നമസ്കാരം, ഞാൻ ദീപ്തി. ചെമ്മണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. പവർഡ് ബൈ ARMC. വിദ്യാർത്ഥികൾ കീഴടങ്ങില്ല. JNU വിവാദത്തിൽ രാജ്യദ്രോഹക്കുറ്റം ആരോപിക്കപ്പെട്ട് ഒളിവിലായിരുന്ന വിദ്യാർത്ഥികൾ കീഴടങ്ങില്ല. അറസ്റ്റ് വരിക്കാൻ തയ്യാറെന്നും എന്നാൽ പോലീസിന് മുന്നിൽ കീഴടങ്ങാൻ ഒരുക്കമല്ലെന്നും നിലപാട്. പോലീസ് തിരയുന്ന ഉമർ ഖാലിദ് ഉൾപ്പെടെയുള്ള 5 വിദ്യാർത്ഥികൾ ക്യാമ്പസിൽ തിരിച്ചെത്തിയത് കഴിഞ്ഞ രാത്രി. അതേസമയം വിഷയത്തിൽ നിലപാട് കടുപ്പിച്ച് ഡൽഹി പോലീസ്. വിദ്യാർത്ഥികൾ കീഴടങ്ങിയില്ലെങ്കിൽ കർശന നടപടിയെന്ന് കമ്മീഷണർ BS ബസി. അഫ്സൽ ഗുരു അനുസ്മരണ ചടങ്ങിലെ വിവാദ പരാമർശങ്ങളുടെ പേരിൽ കനയ്യകുമാറിനും മുൻ പ്രൊഫസർ SAR ഗീലാനിക്കുമെതിരായ കോടതിയലക്ഷ്യ ഹർജി ഇന്ന് സുപ്രീം കോടതിയിൽ. കനയ്യകുമാറിന്റെ ജാമ്യാപേക്ഷ ഡൽഹി ഹൈക്കോടതി പരിഗണിക്കുന്നത് നാളെ. വിവാദങ്ങളുടെ കൊടുമുടിയിലേക്ക്. സർക്കാരിനെ പ്രതിക്കൂട്ടിലാക്കുന്ന ഒരു പിടി വിവാദങ്ങളുമായി പാർലമെന്റിന്റെ ബജറ്റ് സമ്മേളനത്തിന് നാളെ തുടക്കം. JNU കലാപം, രോഹിത് വെമുലയുടെ ആത്മഹത്യ, പത്താൻകോട്ട് ഭീകരാക്രമണം തുടങ്ങിയ വിഷയങ്ങളിൽ സഭ പ്രക്ഷുബ്ധമാക്കാനൊരുങ്ങി പ്രതിപക്ഷം. സമ്മേളനത്തിന് മുന്നോടിയായി നടന്ന സർവകക്ഷി യോഗത്തിൽ വിവാദ സംഭവങ്ങളിൽ ചർച്ചയ്ക്ക് തയ്യാറെന്ന് സർക്കാർ. ആരോപണങ്ങളിലെ സത്യം ചർച്ചയിലൂടെ പുറത്തുവരുമെന്ന് കേന്ദ്രമന്ത്രി വെങ്കയ്യ നായിഡു. സഭയിൽ അവലംബിക്കേണ്ട തന്ത്രങ്ങളിൽ തിരക്കഥയൊരുക്കാൻ കോൺഗ്രസ് പ്രവർത്തക സമിതി യോഗം വൈകിട്ട്. ചരക്കു സേവന നികുതി ഉൾപ്പെടെയുള്ള നിർണായക ബില്ലുകൾ പാസാക്കാനിരിക്കെ പ്രതിപക്ഷ സഹകരണം സർക്കാരിന് അനിവാര്യം. ത്രിമൂർത്തി സംഗമം. ഡൽഹി ചർച്ചയിൽ കോൺഗ്രസ് ത്രിമൂർത്തികൾ. തിരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾക്ക് മുന്നോടിയായി ഹൈക്കമാൻഡ് നിർദ്ദേശമനുസരിച്ച് ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും സുധീരനും ഇന്ന് സോണിയയെ കാണും. നിർണായക കൂടിക്കാഴ്ച വൈകിട്ട് 5:30. സംസ്ഥാനത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങൾക്ക് പുറമെ തിരഞ്ഞെടുപ്പ് തന്ത്രങ്ങളും സ്ഥാനാർത്ഥി നിർണയ മാനദണ്ഡങ്ങളും ചർച്ചയിൽ. തിരഞ്ഞെടുപ്പിനെ ഒറ്റക്കെട്ടായി നേരിടാനും നേതൃത്വം സംബന്ധിച്ച കാര്യങ്ങൾ പാർട്ടിയുടെ ജയത്തിനു ശേഷം തീരുമാനിക്കാമെന്നും ഹൈക്കമാൻഡ്. അതിനിടെ ഗുരുതര ആരോപണങ്ങൾ നേരിട്ടവർ മത്സരരംഗത്തു നിന്ന് മാറി നിൽക്കണമെന്ന UDF കൺവീനർ PP തങ്കച്ചന്റെ പ്രസ്താവനയിൽ നീരസവുമായി പാർട്ടി നേതാക്കൾ. അങ്ങനെ നോക്കിയാൽ കോൺഗ്രസിൽ മത്സരിക്കാൻ ആളുണ്ടാവില്ലെന്നും മുതിർന്ന നേതാക്കളുടെ പരിഹാസം. കോൺഗ്രസിന്റെ മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുപ്പിന് ശേഷം മാത്രം തീരുമാനിക്കുമെന്ന് രമേശ് ചെന്നിത്തല. വെള്ളാപ്പള്ളി നടേശന്റെ പാർട്ടിയുമായി ഒരു ചർച്ചയുമില്ല, സഖ്യവുമില്ല. UDFന് പുറത്തുള്ളവരുമായി ഇതുവരെ ഒരു ചർച്ചയും നടത്തിയിട്ടില്ല എന്നും രമേശ്. തലസ്ഥാനം ദേവീ ശരണസാഗരം. അഭയാംബിക പാദങ്ങളിൽ അനന്തപുരി. ആറ്റുകാൽ പൊങ്കാല മഹോത്സവത്തിനൊരുങ്ങി തലസ്ഥാന നഗരം. ആത്മസമർപ്പണത്തിന്റെ സായുജ്യ പ്രാർത്ഥനയോടെ ഇഷ്ടവരദായിനിയായ ദേവിക്ക് നാളെ സ്ത്രീലക്ഷങ്ങളുടെ പൊങ്കാല നൈവേദ്യം. നാടും നഗരവും ഉത്സവ തിരക്കിൽ. പൊങ്കാല സമർപ്പണ ചടങ്ങുകൾക്ക് തുടക്കം നാളെ രാവിലെ 10-ന് അടുപ്പുവെട്ടോടെ. മേൽശാന്തി അരുൺകുമാർ നമ്പൂതിരി ശ്രീകോവിലിൽ നിന്ന് തിടപ്പള്ളിയിലെ പണ്ടാരടുപ്പിലേക്ക് അഗ്നി പകരും. പൊങ്കാല നൈവേദ്യം ഉച്ചയ്ക്ക് 1:30-ന്. ദേവി കടാക്ഷം തേടി ഇക്കുറി 30 ലക്ഷത്തിലധികം സ്ത്രീകൾ പൊങ്കാലയ്ക്കെത്തുമെന്ന് ക്ഷേത്രം അധികൃതർ. തലസ്ഥാന നഗരത്തിൽ 4000-ത്തിലധികം പോലീസുകാരെ വിന്യസിച്ച് വൻ സുരക്ഷാ സന്നാഹം. തിരുവനന്തപുരം ജില്ലയിൽ നാളെ പ്രാദേശിക അവധി. മറയ്ക്കപ്പുറം ചാവേറോ. ജമ്മു കാശ്മീരിലെ പാമ്പോറിൽ സർക്കാർ കെട്ടിടത്തിൽ ഒളിച്ചിരിക്കുന്ന ഭീകരരിൽ ഒരാളെ സൈനികർ വെടിവെച്ച് കൊന്നതായി റിപ്പോർട്ട്. 8 നില കെട്ടിടത്തിൽ ഭീകരർ ഒളിച്ചിരിക്കുന്ന സ്ഥാനം കണ്ടെത്തിയതായും സൂചന. ശനിയാഴ്ച ആരംഭിച്ച ഏറ്റുമുട്ടൽ തുടരുന്നു. ശ്രീനഗർ ജമ്മു ദേശീയപാതയ്ക്ക് സമീപം സർക്കാർ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഒളിച്ചിരുന്ന് ആക്രമണം നടത്തുന്നത് 5 ഭീകരർ അടങ്ങുന്ന ലഷ്കർ സംഘമെന്ന് നിഗമനം. ഏറ്റുമുട്ടലിനിടെ ഇതുവരെ കൊല്ലപ്പെട്ടത് 2 ക്യാപ്റ്റന്മാർ ഉൾപ്പെടെ 5 സൈനികരും ഒരു തദ്ദേശവാസിയും. ചെമ്മണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസ് പവർഡ് ബൈ ARMC സമാപിക്കുന്നു. അടുത്ത ഹെഡ്ലൈൻസ് 1 മണിക്കൂറിന് ശേഷം. നമസ്കാരം.